നമസ്കാരം. ഇന്ന് ഞാൻ അറബി സ്റ്റൈലുള്ള ഒരു വെജിറ്റേറിയൻ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെജ് ഉപയോഗിക്കുന്നവർക്ക് അതും സാലഡും പപ്പടമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കാം. അതല്ല നോൺ വെജുകാർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനോ ബീഫോ ഫ്രൈയോ ഉപയോഗിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നന്ദി, നമസ്കാരം. നമ്മുടെ വെജിറ്റബിൾ റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ്, 2 ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞത്, 1/2 കിലോ ഉരുളക്കിഴങ്ങ് വട്ടത്തിലരിഞ്ഞത്, 1/2 കിലോ വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞത്, അത് ഇത്തിരി വലിയ ടൈപ്പാണ്, 4 അല്ലി വെളുത്തുള്ളി, നീളത്തിലുള്ള ഒരു 6 പച്ചമുളക്, 1.5 ടൊമാറ്റോ, 4 സവാള. ഇത് നമ്മൾ സാധാരണ കറിക്ക് അരയും പോലെ നീളത്തിനരിയും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ടൊമാറ്റോ പേസ്റ്റ്. ഇത് ആവശ്യത്തിന് ഞാൻ ചേർക്കുന്ന സമയം അതിൻ്റെ അളവ് പറയാം. വെജിറ്റബിൾ റൈസിന് ആവശ്യമായ പൊട്ടറ്റോയും വഴുതനങ്ങായും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് മല്ലിയിലയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്തതും വഴുതനങ്ങ ഫ്രൈ ചെയ്തതുമായ കുറച്ച് എണ്ണയും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ചൂടായ എണ്ണയിൽ ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുകയാണ്. ഇതിൽ നമുക്ക് കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ പൊട്ടറ്റോയും വഴുതനങ്ങായും എണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ എണ്ണയുണ്ട്. വറ്റൽമുളക് ചൂടായി വന്നു. അതിലേക്കായി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അരി വേവിക്കുന്ന സമയത്ത് ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടുള്ളത് കാരണം ഞാൻ ഇതിൽ കുറച്ച് ചേർത്ത്, വേണമെങ്കിൽ നമുക്കത് പിന്നീട് ചേർത്തോളാം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഇളക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കുകയാണ്. പൊട്ടറ്റോ, ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നു. അതിനുശേഷം ഇതിൽ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുകയാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും വഴുതനങ്ങായ ആയതുകൊണ്ട് ചെറുതായിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഈ പൊട്ടറ്റോയും വഴുതനങ്ങയും ഞാനൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതിൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുകയാണ്. കുറച്ച് നേരം തക്കാളി ഒന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതും ഞാനൊരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ പൊടികൾ ഞാൻ ചേർക്കുകയാണ്. മല്ലിപ്പൊടി,
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഈ സൈഡിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിട്ട പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ലാസ്റ്റിൽ നമ്മൾ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇതിൽ ചേർക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്. ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇവിടെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില ഇടുകയാണ്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെജ് ആവശ്യമുള്ളവർക്ക് വെജായിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ സാലഡാണ് വെജിൻ്റെ കൂടെ വെജ് ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്നത്. അതല്ല നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈയോ തന്തൂരിയോ എന്താണെങ്കിലും ബീഫ് ഫ്രൈയോ ഉപയോഗിച്ചിത് കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നന്ദി, നമസ്കാരം.